അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ 4-ാം പാഠം തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്ത് നോക്കുന്നതിന് മുമ്പ് നമുക്കാദ്യം ഈ പാഠം ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. കൂട്ടുകാർക്ക് ഇതിനു മുമ്പത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് എൻ്റെ ചാനലിൽ പോവാൻ സാധിക്കും. പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ എന്ന പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ഞാൻ എടുത്ത എല്ലാ പാഠത്തിൻ്റെയും വർക്ക് ബുക്ക് ആൻസേഴ്സ് ലഭ്യമാകും. പിന്നെ കൂട്ടുകാർക്ക് ക്ലാസ് 5, 4, 3 ഈ ക്ലാസ്സുകളുടെ പഴയ സിലബസ്, അതായത് ഫിഖ്, അഖായിദ, അഖ്ലാഖ്, താരീഖ്, തജ്വീദ് ഈ സബ്ജക്റ്റുകളുടെ വർക്ക് ബുക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ ചാനലിൽ പോവുക, പ്ലേലിസ്റ്റ് എടുക്കുക, ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നോക്കിയാൽ ഞാൻ പഴയ സിലബസിൻ്റെയും ഇട്ടിട്ടുണ്ടാകും. അതിൽ കൂട്ടുകാർക്ക് ആവശ്യമുള്ള ക്ലാസിൻ്റെ ആവശ്യമുള്ള സബ്ജക്റ്റ് എടുത്തു നോക്കാം. നമുക്കിനി പാഠത്തിലേക്ക് പോവാം. അൽ വഹ്ദത്തുർ റാബിയ 4-ാം പാഠം അത്തൻവീനു ബഅദഹു സുകൂൻ. നാം ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് തൻവീനിന് ശേഷമുള്ള സുക്കൂൻ. തൻവീനിന് ശേഷം സുക്കൂൻ വന്നാൽ നാം എങ്ങനെയാണ് ഓതേണ്ടത്? അത് നമുക്കിപ്പോൾ പഠിക്കാം. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഒരു 3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഉദാഹരണത്തിൽ നോക്കൂ. ലഹ്വൻ ഇൻഫല്ലു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാം ഇത് ഇങ്ങനെയാണ് വായിക്കേണ്ടത്? അല്ല, ലഹ്വൻ ഇൻഫല്ലു ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ലഹ്വൻ ഇൻഫല്ലു. ഇനി അടുത്തത് നോക്കൂ. കരിയത്തിനിസ്തത് അമാ ഇങ്ങനെ വായിക്കണം. അടുത്ത ഉദാഹരണം നോക്കൂ. ഖൈറുനിത്മഅന്ന ബിഹി. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായില്ലേ? ഇനി നോക്കൂ. തൻവീനുകൾക്ക് ശേഷമുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂനായാൽ തൻവീനിനെ കിസ്റുള്ള നൂനാക്കി ഓതണം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇനി അടുത്ത പേജിൽ നോക്കൂ. ഇവിടെ നമുക്കൊരു 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ഓതണമെന്നും കൊടുത്തിട്ടുണ്ട്. ബിസീനത്തിനിൽ കവാകിബ് എങ്ങനെയാണ് ഓതേണ്ടത്. ഇനി അടുത്തത് ഖൈറുനിത്മഅന്ന ബിഹി. ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കാണാം. ഇവിടെ കൊടുത്ത ഉദാഹരണങ്ങൾ നമുക്ക് അതുപോലെ ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം യൗമഇദിനിൽ ഹഖ് ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഹബീസത്നിജ്തുസത് ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി അടുത്തത് ആദുനിൽ മുർസലീൻ. അടുത്തത് യൗമഇദിനിൽ മസാഖ്. അടുത്തത് നോക്കൂ. അദിനിനില്ലത്തി. അവസാനത്തെ ഉദാഹരണം നോക്കൂ. കുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സമദ്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ആദ്യം നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, തൻവീനിനെ കസറുള്ള നൂനാക്കി ഓതേണ്ടത് എപ്പോൾ? ഉദാഹരണ സഹിതം എഴുതുക. നമുക്ക് എഴുതാം. തൻവീനിനെ കിസറുള്ള നൂനാക്കി ഓതേണ്ടത് എപ്പോൾ?
തൻവീനുകൾക്ക് ശേഷമുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂനായാൽ തൻവീനിനെ കസറുള്ള നൂനാക്കി ഓതണം. അവിടെ ഓതേണ്ടതാണ് എന്നാണുള്ളത്, അത് ഓതണം എന്നാക്കി എഴുതുക. ഇനി അത് ഉദാഹരണ സഹിതം എഴുതണം. ഇവിടെ മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. ഖൈറുനിത്മഅന്ന ബിഹി, അത് നമുക്ക് എഴുതാം. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ നമുക്ക് കൊടുത്ത ഉദാഹരണങ്ങൾ തൻവീനിനെ കിസറുള്ള നൂനാക്കി എഴുതണം. ഒന്നാമത്തത് നോക്കൂ. മുഹമ്മദിനിൻ നബിയിൽ ഉമ്മിയി. രണ്ടാമത്തത് ആതി മുഹമ്മദനിൽ വസീല. മൂന്നാമത്തത് യൗമഇദിനിൽ മസാഖ്. നാലാമത്തത് ഖബീസത്ത് നിജ്തുസ്സത്ത്. അഞ്ചാമത്തത് ഖൈറനിൽ വസിയ. ഇനി അടുത്തത് തഹ്സീസ്. അതിൽ ഒന്നാമത്തത് നോക്കൂ. സൂറത്തു സജ്ദ പാരായണം ചെയ്യുക. അതിൽ ഇതുപോലെ ആയത്തുകൾ കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത്തത് നോക്കൂ. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ഭാഗം കാണാതെ പഠിക്കണം. ഈ ഭാഗമാണ് കാണാതെ പഠിക്കേണ്ടത്. കൂട്ടുകാർക്ക് ഈ പാഠവും പാഠത്തിൻ്റെ തദ്രീബാത്തും മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് മനസ്സിലായാൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.